എഴുന്നേക്കേ, മാറി എഴുന്നേക്ക്, പോയി പല്ലേക്ക്. രാവിലത്തെ കട്ടൻ ചായയൊക്കെ കുടിക്കുക. ഇപ്പം 7:15 ഇപ്പം. ഞാനും മൊത്തം കൂടെ രാവിലെ കുളിയൊക്കെ കഴിച്ച് അങ്ങോട്ട് പോവാണ്. അവിടെ വാടകയ്ക്കാണെങ്കിലും നമ്മൾ ഉപ്പും മഞ്ഞളും തേങ്ങയും അരിയും ഒക്കെ മുറത്തിനകത്താക്കി അങ്ങനെയാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അപ്പം 8 മണിക്ക് വണ്ടി വരും സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളത്. അപ്പം ഞാനും മൊത്തം കൂടി ഇത് ആദ്യം അവിടെ കൊണ്ട് വെച്ചിട്ട് വരാം. പിന്നെ ഈ സാധനങ്ങളെല്ലാം വണ്ടിയെ കൊണ്ടുവരുമ്പോഴും നമുക്കത് അവിടെ എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് അവിടെ പോയി നിൽക്കണം. അപ്പം അതിന് മുമ്പ് ഇത് കൊണ്ട് വെച്ചേച്ച് വരാമെന്ന്. അല്ല കേട്ടോ, എല്ലാവരും എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. എല്ലാം വാരി വലിച്ചിട്ടേക്കോ, സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് ഉള്ള സ്ഥലത്തൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ തിരക്കൊക്കെ എല്ലാ പ്രിയങ്ങൾക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും. ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇതെല്ലാം വെറുതെ കൂട്ടിയിട്ട് കിടക്കാൻ പോലും സ്ഥലമില്ലാതെ മൊത്തം വാരി ഇട്ടേക്കുമായിരുന്നു. എല്ലാവരും ഒരു വിധം അതിൻ്റെ എല്ലാം ഇടയ്ക്ക് ചുരുണ്ട് കൂടി കിടക്കുമായിരുന്നു. അപ്പം ഇനി ഇതെല്ലാം അവിടെ എത്തിച്ച് ഇതെല്ലാം ഒന്ന് ലെവലായി വരണം കുറേ ദിവസങ്ങളെടുക്കും. അപ്പോൾ അതുവരെ എൻ്റെ പ്രിയങ്ങൾ ക്ഷമിക്കണം, എന്നാൽ എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ, മറന്നു പോകരുതല്ലേ. അപ്പം എന്നാലും ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഇടും, കിട്ടുന്ന സമയമെല്ലാം ഞാൻ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് വരാം. എല്ലാം എടുത്തു വെച്ചേക്കുന്നു, പോയിട്ട് വരാം. ചായ കുടിക്കും കേട്ടോ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സഹായിക്കാൻ വന്നവരാ, കണ്ടോ കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ചെറിയൊരു കർമ്മം അല്ലേ? 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളവിടെ ചെന്ന് വീട്ടിൽ അരിയും മഞ്ഞളും ഒക്കെ കൊണ്ടുവച്ചു. അതൊക്കെ കാണുമ്പം ചിലരെങ്കിലും ചിരിക്കും. എന്നാലും ഇരിക്കട്ടെ. 3 ട്രിപ്പായിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് ആൾക്കാർ വന്നു. കുറേ ദൂരേന്ന് ഇടുക്കിയിൽ നിന്ന് വന്നതാണ് എൻ്റെ മാമനും മക്കളും. എൻ്റെ പപ്പായുടെ പെങ്ങൾ വത്സമാമി. ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാമി ഞങ്ങളെ പെട്ടെന്നൊന്നും പറയാതെ കളിപ്പിച്ചിട്ട് പോയ ആളാണ്. മാമി മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. അവിടുത്തെ മോളും മരുമോനും അവിടുത്തെ മാമനും കൂടിയാണ് വന്നത്. അവിടുത്തെ മൂത്ത ആളിൻ്റെ കല്യാണമാണ് ബിജോയുടെ. അതിന് ഞങ്ങളെ ക്ഷണിക്കാൻ വന്നതാണ്. വളരെ ചുരുക്കമാണ് അവരിങ്ങോട്ടുള്ള യാത്രയും ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയൊക്കെ. പക്ഷേ ഇങ്ങനെ ഒരു ദിവസം വന്ന് കയറിയല്ലോ എന്നുള്ളത് എനിക്ക് വിഷമമുണ്ടാക്കി. കാരണം വേറൊന്നുമല്ല, ഇതൊക്കെ അവർ കാണേണ്ടി വന്നല്ലോ എന്നുള്ളത്. ഒരു പക്ഷേ സ്വർഗത്തിലിരുന്ന് എൻ്റെ പപ്പയും മാമിയും കൂടെ പ്ലാൻ ചെയ്തതായിരിക്കും. അവരും കൂടി ഇങ്ങോട്ട് പോന്നോട്ടെ, സന്തോഷങ്ങൾ മാത്രമല്ല സങ്കടങ്ങളും പങ്കിട്ടോട്ടെ എന്ന് വിചാരിച്ചല്ലേ. ഞാൻ എപ്പോഴും പറയാറില്ല, എൻ്റെ യൂട്യൂബോ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ ഏതായാലും ഈ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു ആൽബം പോലെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സർപ്രൈസുകൾ നിറഞ്ഞ ഒരു ദിവസത്തെ വീഡിയോ എടുത്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരൊക്കെ ഞാൻ സങ്കടപ്പെടുമെന്ന് കരുതി ഇന്നത്തെ വീഡിയോ എടുക്കരുത്, വീട്ടിൽ നിന്ന് പോകുന്നത് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നുമില്ല പ്രിയങ്ങളെ. വളരെയേറെ സന്തോഷത്തോടെ എൻ്റെ സ്വന്തം എന്ന് കരുതി കയറിയ വീടാണ്. പക്ഷേ വിധിക്കപ്പെട്ടത് മറ്റെന്തോ ആണെന്നുള്ളത് ഇന്നത്തോടെ ബോധ്യമായി. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിലോട്ട് എത്തിച്ചു കേട്ടോ. കല്യാണം പറഞ്ഞിട്ട് പോകാൻ വന്നവർ അവിടെ കുറേയേറെ ജോലിയൊക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ കയറ്റാനും ഇറക്കാനും ഒക്കെ പിന്നിപ്പോൾ അവർ പോകാൻ ഇറങ്ങുവാണ് കേട്ടോ. എൻ്റെ പപ്പയുടെ പെങ്ങൾ വത്സമ്മാമിക്ക് 3 മക്കളാണ്. മൂത്താൾ ബിജോ, ഇത് ബിൻസി, ഏറ്റവും ഇളയ ഒരാളൂടെ ഉണ്ട് ബിബിൻ. ബിബിൻ എൻ്റെ പപ്പയെ പോലെ തന്നെ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. രാജഗിരി ഹോസ്പിറ്റലിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ബിൻസി വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് വേറെ ബന്ധുവീടുകളിലൊക്കെ ക്ഷണിക്കാനുണ്ട്, പോകാൻ ഇറങ്ങുവാണ്.
അപ്പോൾ ഇവർ വന്നതുപോലെ തന്നെ വേറൊരു കൂട്ടരും കല്യാണം ക്ഷണിക്കാൻ വന്നിട്ടുണ്ട്. അവർ വീട്ടിലുണ്ട്. ഇപ്പം ഇങ്ങോട്ട് വരും. അവിടെ കരഞ്ഞ് കൂവി ആകപ്പാടെ മേളം വെക്കുന്നുണ്ട് ഒരാൾ. ഞാൻ പിന്നാണ് അത് അറിഞ്ഞത്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കത്തില്ലായിരുന്നു. ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ ഞാൻ അനുവദിക്കത്തില്ലായിരുന്നു. ആരാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിക്കാം. നമ്മളെടുത്ത വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങോട്ട് കയറിയതാട്ടോ. പിന്നെ ഇനിയിപ്പോൾ അവരങ്ങ് പോവാണ്. സാധനങ്ങളെല്ലാം കൊണ്ട് അകത്താക്കിയിട്ടുണ്ട്. വെയിറ്റുള്ളതെല്ലാം അകത്താക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വന്നതാണ്. എല്ലാവരും വിശന്നൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ പാഴ്സൽ മേടിക്കാമെന്ന് വിചാരിച്ചു. ഊണ് ദേ ഞാൻ പറഞ്ഞ ആളാണ് ആ നിൽക്കുന്നത് കേട്ടോ. കല്യാണം പറയാൻ വന്നതാണ് മാളുവിൻ്റെ. സുചേച്ചിയും ഷാജണ്ണനും കൂടെ. രണ്ടുപേരോട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ ഇല്ലായിരുന്നു. സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് ഞാൻ അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ സീനൊക്കെ ആക്കി. പോട്ടെ. അപ്പോൾ കഥയൊക്കെ പൂട്ടി ഞങ്ങളിങ്ങോട്ട് ഇറങ്ങി. മുത്തു പോയി പാഴ്സലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. സാധാരണ ഊണാണ് മേടിച്ചത്. എല്ലാവരും കൂടി ഒട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മയെ കൊണ്ട് ചോറും കറികളും ഒന്നും വെപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. ഒന്നത് വയ്യാലോ, ഇത്രയും പേർക്കൊക്കെ ഒന്നിച്ച് ആഹാരം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ജാനിക്കുട്ടിയൊക്കെ കുറേ കഷ്ടപ്പെട്ട് കേട്ടോ. ഉള്ള ചെടിച്ചട്ടിയെല്ലാം പെറുക്കി കൊണ്ട് വെച്ച്. മോനുകുട്ടൻ പിണങ്ങി കിടക്കുവാണ്. എന്തോ ഇടങ്ങേറ് കാണിച്ചു. മുത്തൊരെണ്ണം കൊടുത്ത് ഒരു കുഞ്ഞടി. അത് സാരമില്ല. ഞാൻ ഇവിടെ താമസമായ സമയം മുതൽ ഇത്തിരി അടുപ്പം കൂടുതലുള്ള ഒരാളെന്ന് പറയുന്ന ഗോപികയാണ്. വല്ലപ്പോഴും എൻ്റെ അടുക്ക വരുന്നതും ഞാനും അങ്ങോട്ട് കയറി പോകുന്നതും ഒക്കെ ഗോപിയുടെ അടുക്കലാണ്. ഗോപിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഗോപിക വന്ന് എന്നെ കൂടെ കരയിപ്പിച്ച്. വേറെ സൈക്കിള് ടയർ പോയിരിക്കുക. ശരിയാക്കി തന്നപ്പോ ആക്കിയാൽ ഊരി വിടാം. അതിലേക്കൂടെ ഓടിച്ചു വിട്ടു. ഇപ്പൊ അതിലേക്കൂടെ വിളിച്ചേ. എത്തണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവനിപ്പോ അവൻ എടുക്കാൻ പോയതാണ്. അമ്മ അടിച്ചേ അപ്പന്റെ പണിയാ. നോക്കി അലൈൻമെന്റ് നോക്കുക. കിടന്നോണ്ട് നോക്ക്, കിടന്നോണ്ട്. അങ്ങനെ അവർ രണ്ടു കൂട്ടരും വന്ന് കല്യാണമൊക്കെ വിളിച്ചിട്ട് പോയി. ഒന്ന് ജനുവരി 29, ഒന്ന് ഫെബ്രുവരി 5 യാത്ര വളരെയേറെ പ്രയാസമാണ്. എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് പോകാൻ പറ്റുമോയെന്ന്. പോയി കഴിഞ്ഞാൽ ഞാൻ തളർന്ന് കിടന്നു പോകും. എൻ്റെ യാത്രകളെ പറ്റിയൊക്കെ എൻ്റെ പ്രിയങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സന്തോഷത്തോടെയാണ് അവരിങ്ങോട്ട് വന്നത്. പക്ഷേ സങ്കടത്തോടെയാണ് തിരിച്ചു പോയത്. അതെനിക്കും വല്ലാത്തൊരു വേദനയുണ്ട്. എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുന്നു. സാധനങ്ങളെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് പ്രിയങ്ങളെ. എല്ലാം പെറുക്കി ഒതുക്കണം. ഒരുമാതിരി പരുവത്തിലായി പോയി എല്ലാവരും. എല്ലാം ആകെ വാരി വലിച്ചിട്ടേക്കുവാണ്. മാമിയും എല്ലാവരും ആവുന്നത്രയെല്ലാം പെറുക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടാണ് അവരങ്ങോട്ട് പോയത്. ഇവിടുത്തെ മാമി ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. കൊച്ചോളും മുത്തും കൂടെ രാത്രിയിലത്തേക്കുള്ള ഫുഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പം മാമിയെ കൂടെ അങ്ങ് വിട്ടു. പിന്നെ
സൗമ്യാമിയും ചിപ്പിക്ക് നാളെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് അവർ രണ്ടുപേരും അങ്ങ് പോയി. കൊച്ചോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കട്ടെ. ഒട്ടും വയ്യ പ്രിയങ്ങളെ. ഈ ഒരു അവശതയൊക്കെ കഴിഞ്ഞു എന്നാണ്, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ. അപ്പം കഴിഞ്ഞിട്ടില്ല, ഇനി എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരട്ടെ. മോനുകുട്ടൻ കുളിച്ചൊക്കെ റെഡി ആയിട്ടിരിക്കുക. അവർ കൊണ്ടുപോകാൻ ഞാൻ പിണങ്ങി അവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വെട്ടമൊക്കെ കുറവാണ്. അപ്പം വെട്ടം മാത്രമല്ല, നമ്മുടെ അവിടുത്തെ പോലെ ഒന്നുമല്ല. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് വരട്ടെ. എനിക്ക് തീരെ വയ്യ എന്ന് വെച്ചാൽ തീരെ വയ്യ. എവിടെയെങ്കിലും കിടന്നാൽ ഞാൻ അപ്പോൾ ഉറങ്ങാം. അതേ അവസ്ഥയിലിരിക്കും. ഇന്ന് വീഡിയോസൊന്നും ഇട്ടില്ല, ഇന്നലെ വീഡിയോസൊന്നും ഇട്ടില്ല, ഷോർട്ട് വീഡിയോസ് ഇട്ടില്ല. അങ്ങനെയൊക്കെയുണ്ട്. എല്ലാം പുറകാലെ വരും. അതിൻ്റെ ഇടയ്ക്കെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരുടെ നല്ല വാക്കുകളും കമൻറ്റുകളും ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരോടും സ്നേഹം. അപ്പോൾ ഇനി ഒന്ന് കുളിച്ച് വന്ന് കൊണ്ടുവരുന്ന ഭക്ഷണവും കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടക്കട്ടെ. കിടക്കാനുള്ള കട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്നലെ ഉറങ്ങിയില്ല, ഇന്നെന്തായാലും ഉറങ്ങാം. കുറേ ദിവസങ്ങളായി ശരിക്കും ഉറങ്ങിയിട്ട്. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല. എല്ലാം വാരിക്കൂട്ടി വെച്ചതിൻ്റെ നടുക്കാണ് ഞങ്ങൾ എല്ലാവരും കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ ഇന്നിപ്പോൾ കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കണം. ഒന്ന് കുളിച്ച് വരാട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ വീട്ടിലെ ആദ്യത്തെ വീഡിയോ ആണിത്, ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ നാളുകൾ പോട്ടെ. ഇപ്പോൾ ദൈവം അനുവദിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ വീഡിയോ എടുക്കും കേട്ടോ. അപ്പോൾ കുളിച്ചേച്ച് വരാം. കുളിയൊക്കെ കഴിഞ്ഞ പ്രിയങ്ങളെ പോണം. മോനിക്കുട്ടൻ അവരെ നോക്കിയിരുന്ന് വിഷമിച്ച്. ഇപ്പൊ വരും. ഇതെല്ലാം കുറ്റിയിട്ട് വെച്ചോ. പെട്രോൾ അടിച്ചോ? പിന്നെ അമ്മ കഴിക്കാമേ ഫുള്ളത് കഴിച്ചു. അമ്മ പുതിയ സാധനം അതാ ഇതല്ലേ ചേച്ചി, അതിനകത്ത് സോസ് ഉണ്ടല്ലോ അതിന്റെ. മേടിച്ചു അഫ്ഗാനിക്ക് നല്ല എരിയല്ലയോ? അത് മുക്കല്ലേ, അത് എരിയാ, അതിനാ എരി. അപ്പൊ നമ്മുടെ വാടക വീട്ടിലെ ആദ്യത്തെ അത്താഴം, ആദ്യത്തെ വീഡിയോ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ വാടക വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മോനുകുട്ടൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ? കൊച്ചോൾ അതിലേക്കാണ് ഹാപ്പി. കുത്തു പിന്നെ ലൈറ്റ് കഴിക്കട്ടെ പ്രിയങ്ങളെ. ഇവിടെ വെട്ടത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. നമുക്ക് ട്യൂബ് ഇടണം. ഇവിടെ ട്യൂബ് ലൈറ്റ് ഇട്ടാലേ നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് സെറ്റ്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.